അല്ല മക്കളെ, നിങ്ങളോടല്ലേ ഈ വീഡിയോ കാണരുതെന്ന് പറഞ്ഞേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് മടുത്തിട്ടല്ലേ ഇപ്പോൾ യൂട്യൂബ് വന്നത്? ഇനി കുറച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോകും. എത്ര കാലം ഇങ്ങനെ പോണ്? നിങ്ങൾ എന്നെ പറഞ്ഞ ഡയലോഗാണ്, സാറേ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ തന്നെയാണ് ആൾക്കാർ, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. മക്കൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് പഠിക്കണം, എനിക്ക് എങ്ങനെ പഠിക്കണം, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. നമ്മൾ കുറേ ഇൻസ്റ്റയിൽ കളിക്കും, ഇൻസ്റ്റ ചടക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് വരും, യൂട്യൂബിൽ കുറേ ഷോർട്സ് കാണും, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോകും. എത്ര ദിവസമായി എക്സാമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മക്കളെ, ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം, അത് സത്യമാണ്. ഒരു 6 മണിക്കൂർ നിങ്ങൾ സ്കൂളിൽ പോകണം. ടോട്ടൽ 12 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ 12 മണിക്കൂറുള്ളത്. ആ 12 മണിക്കൂറിൽ ബാക്കി 6 മണിക്കൂർ എൻ്റെ മക്കൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമോ? ഇനി 6 മണിക്കൂർ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പഠിക്കാനല്ല പറഞ്ഞത്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട്. അഥവാ ഒരു 1.5 മണിക്കൂർ എൻ്റെ മക്കൾ ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടാവും, ചിലപ്പോൾ വ്ളോഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഗെയിമിംഗ് കളിക്കാൻ താല്പര്യം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്താ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സാധനം നിങ്ങൾ ചെയ്ത് നോക്ക്, അത് അടിപൊളിയാവും. ഒരു 3 മണിക്കൂർ എൻ്റെ മക്കൾ നിങ്ങളെ ഫാമിലി ആയിട്ട്, നിങ്ങളെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സംസാരിച്ച് നോക്കുക. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സമയം നിങ്ങൾ അച്ഛനോട് അമ്മയോട് സംസാരിക്കാറുണ്ട്? സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചോറ് താ, അല്ലെങ്കിൽ ഫുഡ് താ, അമ്മ ഫോൺ എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ടാവുള്ളൂ. പക്ഷേ 3 മണിക്കൂർ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എൻ്റെ മക്കൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ബാക്കി ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഫോണിൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെയ്യുക. 1 മണിക്കൂർ വ്യായാമം ചെയ്യുക. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ 1 മണിക്കൂർ എൻ്റെ മക്കൾ മാറ്റുക. ബാക്കിയുള്ളൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ മക്കളെ, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ സെറ്റാവും. ഓക്കെ സാർ, ഞാൻ ഒരു കൃത്യമായിട്ടൊരു പ്രളയം പറഞ്ഞത് എൻ്റെ മക്കൾക്ക്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയാണ്, ഒരു ഏകദേശം ഒരു 5 മണി, 6 മണി, ഒരു 7 മണിക്ക് എഴുന്നേറ്റുള്ളൂ. 7 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു 6 മണിക്ക് എഴുന്നേൽക്കാൻ അടിപൊളിയാവും കേട്ടോ. അതുമുതൽ 1.5 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ഇനി പഠിക്കാൻ മാറ്റുകയാണെങ്കിൽ അടിപൊളിയാവും. കാരണം എന്താ അറിയോ, ഇനി എക്സാമിന് എത്ര ദിവസമുണ്ട്? അതുപോട്ടെ, എത്ര ദിവസമായി ഓണം കഴിഞ്ഞിട്ട്? ഓണം എക്സാം കഴിഞ്ഞിട്ട് 1 മാസം 20 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അന്നൊക്കെ വലിയ ഡയലോഗേന്, ഞാൻ കുറേ പഠിക്കും, വലിയ സെറ്റപ്പ് ആവും എന്നുള്ളത് ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ മക്കളെ, ഇനിയുള്ള ദിവസം നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ രാവിലെ ഒന്ന് ചേഞ്ച് ആക്കുക. ഒരു 7 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു നേരത്തെ എഴുന്നേറ്റ് നോക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എന്നിട്ട് ആ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള, ഏറ്റവും അടിപൊളിയായുള്ള ചാപ്റ്റർ ഒന്ന് പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലെത്തും, സ്കൂളിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അടിപൊളിയാക്കി എടുക്കും. അത് കഴിഞ്ഞ് 7 മണിക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം മക്കളെ, ഇനി മുതൽ കൃത്യമായിട്ട് 7 മണി മുതൽ 10 മണി വരെ ഞാൻ പഠനത്തിലേക്ക് മാറ്റുമെന്ന് തീരുമാനിക്കാം. ആ സമയത്ത് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടാവും. ഈ സാധനത്തിൽ നിങ്ങൾ വെറുതെ ആക്കരുത്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അറിയോ, ഇത് വെറുതെ, നിങ്ങൾ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് ഇത് മാറിയതാണ്, ഇത് വെറുതെ വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഇനി 7 മണി മുതൽ 10 മണി വരെ ക്ലാസ് എടുക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ മക്കൾ ടൈം ടേബിൾ ഉണ്ടാക്കാം. അതിൽ ഏറ്റവും ടഫായ സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം പഠിക്കുക, 2 സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക. ഇടയ്ക്കൊരു ഇടവേള കൊടുക്കണം കേട്ടോ. ഇടവേള വലിയ ടൈം കൊടുക്കരുത്, ബ്രേക്ക്. ഞാൻ പറയുന്നു, ആദ്യത്തെ സബ്ജക്റ്റ് നിങ്ങൾ 1.5 മണിക്കൂർ കൊടുക്കണം എന്ന് പറയാം. കാരണം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് 1 മണിക്കൂർ മറ്റൊരു മണിക്കൂർ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ തന്നെ നിങ്ങൾ പല സമയം പോകും. അതുകൊണ്ട് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 2 സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ സബ്ജക്റ്റ്, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അത് 1.5 മണിക്കൂർ വെക്കുക. കാരണം ആദ്യം പഠിക്കുന്ന സമയമൊക്കെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് മാറാം. അത് നന്നായിട്ട് മാറ്റുക. ആ രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ കൃത്യമായിട്ട് എൻ്റെ മക്കൾ പറഞ്ഞുതരും. ആ രീതിയിൽ 2 സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചേക്ക്, 8 മണിക്കൂർ ഉറങ്ങുന്നു, നമുക്ക് വേണ്ട സാധനങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം സ്കൂളിൽ പോകുന്ന സമയം വേറെ കണ്ടെത്തുന്നു, ഫാമിലി ആയിട്ട് കണ്ടെത്താൻ സമയം തരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അതെൻ്റെ മക്കൾ ഇനി മാറ്റി വെക്കണം. വെറുതെ കുറേ റീൽസ് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ കണ്ട ഒരു 10 റീൽസിൽ എത്ര റീൽസിൻ്റെ ആ കോണ്ടന്റ് എൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ട്? ഒന്നും ഓർമ്മയല്ലല്ലേ മക്കളെ? നമുക്ക് കാണാം, നമ്മളത് ബാക്കിയുള്ളവർ കാണണ്ടേ, നമ്മളൊക്കെ അച്ചീവ് ചെയ്തിട്ട്. അത് കാണുമ്പോഴാണ് അതിന് രസം ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് ഇന്ന് 7 മണിക്ക് ലൈവ് വരുന്നുണ്ട്, എല്ലാ ചാനലിലും 7 മണിക്ക് കൃത്യമായിട്ട് ലൈവ് വരുന്നുണ്ട്. ആ ലൈവ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് കണ്ടുപോ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരു കാര്യം പറയട്ടെ മക്കളെ, ഇനി നമ്മൾ നോക്കിയിട്ടില്ല, ഇനി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്, നമ്മൾ വലിയ റിസൾട്ട് വാങ്ങുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ മുന്നിൽ നമ്മൾ കൊച്ചാവും.
പ്രശ്നമില്ല, ഇതുവരെ കഴിഞ്ഞു മക്കളെ. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരുമിച്ച് സെറ്റാക്കി പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ രീതിയിലേക്ക് മാറ്റാം, സെറ്റാക്കി നമുക്ക് മാറ്റാം. സോ മക്കളെ അടിപൊളിയായിട്ട് മാറണം. ടൈം ടേബിൾ ഉണ്ടാക്കുക, അടിപൊളിയായിട്ട് കൃത്യം 7 മണിക്ക് ലൈവ് വാ. നമുക്ക് ഒരുമിച്ച് സെറ്റാക്കി ഇനി പഠിക്കാം.